Hi students, today we are going to take the next topic and it is on tepid sponging. നിങ്ങൾക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ടെപ്പിഡ് സ്പഞ്ചിങ് എന്ന് പറയുന്നത്. പേര് കേൾക്കുമ്പോൾ ഭയങ്കര വലിയ പ്രൊസീജിയറൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതും ഒരുപാട് പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ടെപ്പിഡ് സ്പഞ്ചിങ്. നിങ്ങൾക്കത് മനസ്സിലാവും, പഠിപ്പിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഫസ്റ്റ് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഫസ്റ്റ് ടെപ്പിഡ് സ്പഞ്ചിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബേസിക്കായിട്ട് ടെപ്പിഡ് സ്പഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നനഞ്ഞ തുണി വെച്ച്, ഇപ്പോൾ നമ്മുടെ ടെമ്പറേച്ചറൊക്കെ ഭയങ്കരമായിട്ട് റേസ് ആവുന്ന സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, മെയിനായിട്ട് ഇത് പീഡിയാട്രിക്സിനാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് കുഞ്ഞിന് ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ കൂടുന്നൊരു സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, അല്ലെങ്കിൽ അമ്മമാരെന്താ ചെയ്യുക, നനഞ്ഞ തുണി എടുത്ത് നെറ്റിയിലിടും, അതുപോലെ തന്നെ കുഞ്ഞിനെ നന്നായിട്ട് തുടച്ചു കൊടുക്കും. ഇതാണ് ബേസിക്കലി ടെപ്പിഡ് സ്പഞ്ചിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ. അല്ലാതെ ഭാരിച്ച വലിയ പ്രൊസീജിയറൊന്നുമല്ല. ഇതിൻ്റെ പേര് ടെപ്പിഡ് സ്പഞ്ചിങ് എന്ന് പറയുന്ന വലിയ പേരൊക്കെ ആയിരിക്കും. പക്ഷേ എന്താണ്, ഒരു പനിയായിട്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നനഞ്ഞ തുണി ഉപയോഗിച്ച് നന്നായിട്ട് പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ക്ലയൻറ്റിനെ സ്പഞ്ച് ചെയ്തെടുക്കുന്ന ഒരു പ്രൊസീജിയറിനാണ് ടെപ്പിഡ് സ്പഞ്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡെഫിനിഷൻ എന്താണ്? ദ ആപ്ലിക്കേഷൻ ഓഫ് ടെപ്പിഡ് വാട്ടർ ടു ദ ബോഡി സർഫസ് വിത്ത് ദ യൂസ് ഓഫ് എ വാഷ് ക്ലോത്ത് ടു പ്രൊവൈഡ് കൂളിംഗ് മെഷേഴ്സ് ടു പേഷ്യൻറ്റ് വിത്ത് എലവേറ്റഡ് ടെമ്പറേച്ചർ. പറഞ്ഞ സംഭവം തന്നെ. ടെപ്പിഡ് വാട്ടർ, അതായത് നമ്മളിതിന് യൂസ് ചെയ്യുന്നത് എന്താണ്? കോൾഡ് വാട്ടർ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ലൂക്ക് വാം വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചെറു ചൂടുള്ള വെള്ളമാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. ഈ ലൂക്ക് വാം വാട്ടർ നമ്മൾ ഒരു വാഷ് ക്ലോത്ത്, അതായത് ഒരു സാധാരണ തുണിയാണ്, ഒരു ടർക്കി പോലത്തെ തുണിയാണ്. നിങ്ങൾ ബെഡ് മേക്കിങ്ങിൻ്റെ അകത്ത് ഡാം ടെസ്റ്റിങ്ങും ഡ്രൈ ഡസ്റ്റിങ്ങും പഠിച്ചിട്ടുണ്ടാവും. അതിന് യൂസ് ചെയ്യുന്ന പോലത്തെ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ചെറിയ തുണിയാണ് വാഷ് ക്ലോത്ത് എന്ന് പറയുന്നത്. എന്ത് തുണിയാവാം. നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ എന്താ യൂസ് ചെയ്യുന്നത്? തോർത്തായിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ക്ലോത്ത്, ഒരു വാഷ് ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ഈ പേഷ്യൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേഷ്യൻ്റെ ബോഡി സർഫസിൽ നന്നായിട്ട് തുടച്ചു കൊടുക്കുന്നു. ഈ മെത്തേഡിന് പറയുന്ന പേരാണ് ടെപ്പിഡ് സ്പഞ്ചിങ്. ഡെഫിനിഷൻ എന്താണ്? ദ ആപ്ലിക്കേഷൻ ഓഫ് ടെപ്പിഡ് വാട്ടർ ടു ദ ബോഡി സർഫസ് വിത്ത് ദ യൂസ് ഓഫ് എ വാഷ് ക്ലോത്ത് ടു പ്രൊവൈഡ് കൂളിംഗ് മെഷേഴ്സ് ടു പേഷ്യൻറ്റ് വിത്ത് എലവേറ്റഡ് ടെമ്പറേച്ചർ. ഓക്കെ, നെക്സ്റ്റ് പർപ്പസസ് ഓഫ് ടെപ്പിഡ് സ്പഞ്ചിങ്. എന്തൊക്കെയാണ് ടെപ്പിഡ് സ്പഞ്ചിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്? ടു റെഡ്യൂസ് ഫീവർ ബൈ ഡയലേറ്റിംഗ് സൂപ്പർഫിഷ്യൽ ബ്ലഡ് വെസൽസ് thus releasing heat and lowering body temperature. ഭയങ്കര ഭാരിച്ച കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഇത്ര ഓർത്തിരിക്കുക. ഫീവർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്, ടു റെഡ്യൂസ് ഫീവർ. അതെങ്ങനെയാണ്? ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ആവുന്നത് കൊണ്ടാണ് ഫീവർ റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫീവർ റെഡ്യൂസ് ചെയ്യുന്നു. അത് മാത്രമേ ഉള്ളൂ? മെയിൻ ആൻഡ് ഫോർമോസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഫീവർ കുറയ്ക്കുക എന്നുള്ളതാണ്. അതല്ലാതെ വരുന്ന പർപ്പസസ് ആണ് ടു ഇംപ്രൂവ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ റെസ്റ്റ്ലെസ്നെസ്, ടു റിലീവ് റെസ്റ്റ്ലെസ്നെസ്. ഇപ്പോൾ പെട്ടെന്ന് ഒരു പനി പിടിച്ച നല്ല ടെമ്പറേച്ചർ ഉള്ളൊരു കുഞ്ഞാണെങ്കിൽ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, ഭയങ്കര ബഹളവും കരച്ചിലും ഒക്കെ ആയിരിക്കും അല്ലേ? ആ റെസ്റ്റ്ലെസ്നെസ് ഒന്ന് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെപ്പിഡ് സ്പഞ്ചിങ് യൂസ് ചെയ്യാറ് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ടു അസിസ്റ്റ് ഇൻ ദ എലിമിനേഷൻ ഓഫ് ടോക്സിക് മെറ്റീരിയൽസ് ഫ്രം ദ ബോഡിയിലെ ടോക്സിക് മെറ്റീരിയൽസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് ടു പ്രൊവൈഡ് കംഫർട്ട് ടു ദ പേഷ്യൻ്റ് ഒരു കംഫർട്ട് കിട്ടുന്നു. നമ്മൾ നന്നായിട്ട് പനി പിടിച്ചിരിക്കുമ്പോൾ നെറ്റിയിൽ ഒരു നനഞ്ഞ തുണി ഇട്ട് കഴിഞ്ഞാൽ ഒരാശ്വാസം കിട്ടുമല്ലേ? അതുപോലെ ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടും, ആ പേഷ്യൻ്റിന് ഒരു കംഫർട്ട് കിട്ടുന്നു. ഇത്രയാണ് മെയിൻ പർപ്പസസ് എന്ന് പറയുന്നത്. പർപ്പസസ് എന്തൊക്കെയാണ്? ടു റെഡ്യൂസ് ഫീവർ, ടു ഇംപ്രൂവ് സർക്കുലേഷൻ, ടു റിലീവ് റെസ്റ്റ്ലെസ്നെസ്, to assist in the elimination of toxic materials and to provide comfort to the client. Okay, next എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് വേണ്ടത്? ഓക്കെ, നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ടെപ്പിഡ് സ്പഞ്ചിങ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ പർപ്പസസ് പറഞ്ഞു, അതുപോലെ അതിൻ്റെ ഇൻഡിക്കേഷൻ ടെമ്പറേച്ചർ കുറയ്ക്കാനാണ് നമുക്കറിയാം, ഫീവറാണ് ഇൻഡിക്കേഷൻ. ആൻഡ് നെക്സ്റ്റ് എക്യുപ്മെൻറ്റ്സ്, എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ്, എന്തൊക്കെ ആർട്ടിക്കിൾസ് ആണ് ഈ പ്രൊസീജിയറിന് വേണ്ടതെന്ന് നോക്കാം. ആ ഫോട്ടോയിൽ കാണുന്നത് അത്രയും ഹോട്ട് വാട്ടർ ബാഗൊന്നും വേണ്ട കാര്യമില്ല, ഐസ് ക്യാപ്പും വേണ്ട കാര്യമില്ല, ബാക്കി സാധനങ്ങളെല്ലാം വേണം. ഒരു ബേസിൻ വിത്ത് ലൂക്ക് വാം വാട്ടർ. ആ വാട്ടർ എന്താണ്? ചെറു ചൂടുള്ള വെള്ളമാണ്. ബേസിൻ വിത്ത് ലൂക്ക് വാം വാട്ടർ ആൻഡ് മാക്കിൻടോഷ്. അവിടെ റബ്ബർ ഷീറ്റ് എന്നാണ് എഴുതിയേക്കുന്നത്.
ആ സാധനത്തിന് പറയുന്ന പേരെന്താണ്? മാക്കിൻഡോഷ് വേണം. അതുപോലെ ബാത്ത് ടവൽ വേണം. ബാത്ത് ബ്ലാങ്കറ്റ് വേണം. നിങ്ങൾ ബെഡ് മേക്കിങ്ങിൽ പഠിച്ചു കാണും ബാത്ത് ബ്ലാങ്കറ്റ് ഒക്കെ. ബാത്ത് ബ്ലാങ്കറ്റ് വേണം. പിന്നെ 6 വാഷ് ക്ലോത്ത്സ് വേണം. വാഷ് ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ ചെറിയ റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ബാത്ത് ബ്ലാങ്കറ്റ്സ് വേണം. ഓക്കെ, ബാത്ത് ബ്ലാങ്കറ്റ്സ് വേണം. ഇത്രയും സാധനങ്ങളാണ് എക്യുപ്മെൻസിൻ്റെ അകത്ത് വരുന്നത്. ബേസിൻ വിത്ത് ലൂക്ക്വാം വാട്ടർ, മാക്കിൻഡോഷ്, ബാത്ത് ടവൽ, ബാത്ത് ബ്ലാങ്കറ്റ്, പിന്നെ 6 റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള വാഷ് ടവൽസ് വേണം. അതുപോലെ വേറൊരു സാധനം വേണം, TPR ട്രേ വേണം, ടെമ്പറേച്ചർ നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടി. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടി ഒരു കിഡ്നി ട്രേയും കൂടെ വേണം. കിഡ്നി ട്രേ ആൻഡ് പേപ്പർ ബാഗ്. ഇത്രയും സാധനങ്ങളാണ് എന്തിനു വേണ്ടത്? ഒരു ടെപ്പിഡ് സ്പഞ്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ ആ ബാത്ത് ബ്ലാങ്കറ്റ് മടക്കുന്ന രീതിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ബാത്ത് മിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടയ്ക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ്? ബാത്ത് ബ്ലാങ്കറ്റിനെ ആ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പോലെ വെക്കുക. ലേ യുവർ ഹാൻഡ് ഓൺ ദ വാഷ് ക്ലോത്തിൽ കൈ വെക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് താഴേക്ക് മടക്കുക. 2 സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്യുക. എന്നിട്ട് മിച്ചമുള്ള ഭാഗം സെക്യൂർ ചെയ്യുക, ടക്ക് ചെയ്ത് അകത്തേക്ക് വെക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ അത് ഫോൾഡ് ആയിട്ടിരിക്കും. ആ സാധനം യൂസ് ചെയ്തിട്ട്, ഇതാണ് ഒരു ട്രയാങ്കുലർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതാണ് ട്രയാങ്കുലർ മെത്തേഡ്. ഈ സാധനം യൂസ് ചെയ്തിട്ട് നമുക്ക് പേഷ്യൻറ്റിനെ ആ വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് പേഷ്യൻറ്റിനെ തുടയ്ക്കുക. അതല്ലാതെ വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. അത് റെക്റ്റാങ്കുലർ മെത്തേഡാണ്. അതെങ്ങനെയാണ്? അതുപോലെ തന്നെ ഈ വാഷ് ക്ലോത്തിൻ്റെ മുകളിൽ കൈ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്ത് താഴേക്ക് ടക്ക് ചെയ്ത് മിച്ചമുള്ള ഭാഗം ഉള്ളിലേക്ക് ടക്ക് ചെയ്യുക. ഇതും ഒരു ടക്ക് ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കുക. ഇതും ഒരു മെത്തേഡാണ്. 2 മെത്തേഡാണുള്ളത്, ട്രയാങ്കുലർ മെത്തേഡും റെക്റ്റാങ്കുലർ മെത്തേഡും. ഇങ്ങനെ മെത്തേഡിലാണ് നമ്മൾ ടക്ക് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് നമ്മൾ പേഷ്യൻറ്റിനെ തുടയ്ക്കുന്നു. നെക്സ്റ്റ് പ്രൊസീജിയർ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ ഇത്രയും എക്യുപ്മെൻറ്റ്സ് വരെ നമ്മൾ പറഞ്ഞു. ഇനി പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അസസ്മെൻറ്റ്. പേഷ്യൻറ്റിനെ അസസ് ചെയ്യേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണ് അസസ് ചെയ്യേണ്ടതെന്നുമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ആദ്യം എന്താണ്? ചെക്ക് ദ ഡോക്ടേഴ്സ് ഓർഡർ പെർ ഇൻസ്റ്റിറ്റ്യൂഷണൽ പോളിസി. ഡോക്ടേഴ്സ് ഓർഡർ ചെക്ക് ചെയ്യുക. ഡോക്ടേഴ്സിൻ്റെ ഓർഡർ ഇല്ലാതെ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ടെപ്പിഡ് സ്പഞ്ചിങ് വേണമെങ്കിലും ഓൾറെഡി ഡോക്ടർ ഓർഡർ ചെയ്തിരിക്കണം, ഈ കുഞ്ഞിന് ടെപ്പിഡ് സ്പഞ്ചിങ് ചെയ്ത് കൊടുക്കണം എന്ന്. ഓക്കെ, അതിൻ്റെ റാഷണൽ എന്താണ്? സം പീഡിയാട്രീഷ്യൻ ഡു നോട്ട് അലോ ടെപ്പിഡ് സ്പഞ്ചിങ് ബാത്ത് ടു ബി ഡൺ ഓൺ ദെയർ ക്ലയൻറ്റ് ബിക്കോസ് റാപ്പിഡ് റിഡക്ഷൻ ഇൻ ടെമ്പറേച്ചർ ക്യാൻ ലീഡ് ടു. ഓക്കെ, ചില ഡോക്ടേഴ്സിന് ടെപ്പിഡ് സ്പഞ്ചിങ് വേണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡോക്ടേഴ്സ് ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പേഷ്യൻറ്റിന് ടെപ്പിഡ് സ്പഞ്ചിങ് കൊടുക്കാവുള്ളൂ. ദെൻ ഐഡൻറ്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ടു ദ പേഷ്യൻറ്റ്. കറക്റ്റ് പേഷ്യൻറ്റിനെ കണ്ടുപിടിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക പ്രൊസീജിയർ. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഇതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സ് ഒക്കെ പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് വഴി എന്താണ്? പേഷ്യൻറ്റിൻ്റെ ആങ്സൈറ്റി ഒക്കെ മാറി ഒരു കോൺഫിഡൻസ് വരും. ടു ഗെയിൻ ദ കോൺഫിഡൻസ് ഓഫ് ദ പേഷ്യൻ്റ് ആണ് നമ്മുടെ റാഷണൽ. ദെൻ നെക്സ്റ്റ് അതും നമ്മൾ പറഞ്ഞു കൊടുത്തു. ഓക്കെ, പിന്നെ ബെഡിങ്സ് എന്തെങ്കിലും എക്സ്ട്രാ ലിനൻ എല്ലാം കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. അതുപോലെ തന്നെ ബെഡിൽ എന്തെങ്കിലുമൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നമുക്ക് പ്രൊസീജിയറിന് സ്യൂട്ട് ആവുന്ന രീതിയിൽ ബെഡെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുക. ടു അവോയ്ഡ് അൺനെസസറി ട്രിപ്സ് ടു ഗെറ്റ് ലിനൻ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? ബാത്ത് ബ്ലാങ്കറ്റ് വേണമെങ്കിൽ ബാത്ത് ബ്ലാങ്കറ്റ് പ്രൊവൈഡ് ചെയ്യുക. ടോപ്പ് ഷീറ്റ് മാറ്റുക, എല്ലാം മാറ്റി കൊടുക്കുക. അങ്ങനെ ആകുമ്പം അയ്യോ ബാത്ത് ബ്ലാങ്കറ്റ് ഇല്ലയെന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും ഓടണ്ട, പിന്നെ ടോപ്പ് ഷീറ്റ് എടുക്കാൻ ഓടണ്ട. അങ്ങനെ ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ അസസ് ചെയ്ത് ബെഡിങ് ഒക്കെ വൃത്തിയാക്കി വെക്കുക. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു? അസസ്മെൻറ്റിൽ നമ്മൾ ഡോക്ടേഴ്സ് ഓർഡർ ചെക്ക് ചെയ്തു, ഐഡൻറ്റിഫൈ ചെയ്തു പേഷ്യൻറ്റിനെ, അതുപോലെ പ്രൊസീജിയർ പറഞ്ഞു കൊടുത്തു, പിന്നെ ബെഡൊക്കെ റെഡിയാക്കിയിട്ടു. നെക്സ്റ്റ് പ്ലാനിങ് ആണ്. ഇനി എന്തൊക്കെ ചെയ്യണം? അസസ്മെൻറ്റ് കഴിഞ്ഞു, പ്ലാൻ ചെയ്യുവാണ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഗീവ് പ്രിസ്ക്രൈബ്ഡ് ആൻറ്റിബയോട്ടിക് 15 to 20 ml ബിഫോർ. ഓക്കെ, ആസ് പെർ ഓർഡർ നിങ്ങൾ എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ അത് സ്റ്റാഫ് നഴ്സ് ആയിരിക്കും കൊടുക്കുക, നഴ്സ് കൊടുക്കണം ഇതിന് മുമ്പ്, പ്രൊസീജിയറിന് മുമ്പ്. അതെന്തിനാണ്? പെട്ടെന്ന് തന്നെ ഫീവർ കുറയാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പ്രൊസീജിയറിലും വരുന്ന സ്റ്റെപ്പാണ് വാഷ് ഹാൻഡ്സ്. നമ്മൾ എന്ത് പ്രൊസീജിയർ ചെയ്യാൻ പോകുന്നതിന് മുമ്പും ചെയ്തതിന് ശേഷവും വാഷ് ഹാൻഡ്സ് ടു പ്രിവെൻറ്റ് ക്രോസ് ഇൻഫെക്ഷൻ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡ്സ് കഴുകുക.
ഓക്കെ, നമ്മൾ കയ്യും കഴുകി. അതിനുശേഷം അസംബിൾ എക്യുപ്മെൻറ്റ്സ് ആൻഡ് ബ്രിങ് ഇറ്റ് ടു ദ ബെഡ് സൈഡ്. നമ്മൾ എല്ലാ സാധനവും അറേഞ്ച് ചെയ്ത് ബെഡ് സൈഡിൽ കൊണ്ടുവരിക. ഓക്കെ, അറേഞ്ച് ഓൾ ദ ആർട്ടിക്കിൾസ് ആൻഡ് ബ്രിങ് ഇറ്റ് ടു ദ ബെഡ് സൈഡ്. എന്തൊക്കെയാണ് വേണ്ടത്? ആദ്യമേ നമ്മൾ വെള്ളം വേണം അല്ലേ? ആ ബേസിനിലേക്ക് ഒരു ഹാഫ് ഭാഗം ചൂടുവെള്ളം വാട്ടർ അതിൻ്റെ അകത്തോട്ട് ഒഴിക്കുക. ഹാഫ് ഭാഗം എന്തിനാ? സ്പില്ലേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വെള്ളം അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക. ദെൻ ഹോട്ട് വാട്ടർ ബാഗ്, ഐസ് ക്യാപ്പ് വേണമെങ്കിൽ കൊടുത്താൽ മതി, നോട്ട് നെസസറി. ദെൻ പ്ലേസ് എവറിത്തിങ് ഇൻ കാർട്ട് ആൻഡ് ബ്രിങ് ടു ദ ബെഡ് സൈഡ്. ഓക്കെ, നമ്മൾ ബെഡ് സൈഡിലെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുക, അതാണ് മെയിനായിട്ട്. ദെൻ ക്ലോസ് വിൻഡോസ്, പ്രൊവൈഡ് പ്രൈവസി. വിൻഡോസ് എന്തിനാണ് ക്ലോസ് ചെയ്യുന്നത്? എല്ലാ വിൻഡോസും ക്ലോസ് ചെയ്യുക, ഫാൻ ഉണ്ടെങ്കിൽ ഓഫ് ചെയ്യുക. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? പ്രിവെൻറ്റ് ചില്ലിങ്. പേഷ്യൻറ്റിന് ഒത്തിരി ചില്ല് ചെയ്ത് ഷിവർ ചെയ്യാൻ പാടില്ല. ഭയങ്കരമായിട്ട് ഷിവർ ചെയ്താൽ എന്ത് പറ്റും? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. സോ വിൻഡോസ് ക്ലോസ് ചെയ്യുക, ഫാൻ ഉണ്ടെങ്കിൽ ഓഫ് ചെയ്യുക, AC ഉണ്ടെങ്കിൽ ഓഫ് ചെയ്യുക. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? പ്രിവെൻറ്റ് ചില്ലിങ്. ദെൻ പ്രൊവൈഡ് പ്രൈവസി. നമ്മൾ ഒരു ബോഡി പാർട്ട് നമ്മൾ പേഷ്യൻറ്റിനെ എക്സ്പോസ് ചെയ്യുവാണല്ലേ, അപ്പം പേഷ്യൻറ്റിന് അതൊരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാം. നെക്സ്റ്റ്, അടുത്തതാണ് ഇംപ്ലിമെൻറ്റേഷൻ. ഇവിടെ തൊട്ടാണ് നമ്മൾ പ്രൊസീജിയറിലേക്ക് കയറുന്നത്. നമ്മൾ ഓൾറെഡി അസസ് ചെയ്തു, പേഷ്യൻ്റെ കണ്ടീഷനൊക്കെ അസസ് ചെയ്തു, ചെയ്യാൻ പറ്റുന്ന ഓർഡർ ഉണ്ടോ എന്ന് നോക്കി, പിന്നെ അതുപോലെ തന്നെ പ്രൊസീജിയറൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ പ്ലാൻ ചെയ്തു, എന്താ ആർട്ടിക്കിൾസ് ഒക്കെ വേണ്ടതെല്ലാം അറേഞ്ച് ചെയ്തു, വെള്ളമെല്ലാം റെഡിയാക്കി വെച്ചു, വിൻഡോസൊക്കെ ക്ലോസ് ചെയ്ത് ഫാനൊക്കെ ഓഫ് ചെയ്ത് സെറ്റാക്കി. നെക്സ്റ്റ് നമ്മൾ പ്രൊസീജിയർ ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് എന്താണ് ചെയ്യേണ്ടത്? ഓഫർ ബെഡ് പാൻ ഓർ യൂറിനൽ. പേഷ്യനോട് പറയുക, വാഷ്റൂമിൽ പോകണമെങ്കിൽ പോയിട്ട് വരിക, മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ പോയിട്ട് വരിക, അല്ലെങ്കിൽ പോകാൻ പറ്റുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ബെഡ് പാൻ വേണോ അല്ലെങ്കിൽ യൂറിനൽ വേണോ എന്ന് അവരോട് ചോദിക്കുക. നെക്സ്റ്റ്, റീപ്ലേസ് ടോപ്പ് ഷീറ്റ് വിത്ത് ബാത്ത് ബ്ലാങ്കറ്റ്. ബാത്ത് ബ്ലാങ്കറ്റ് പേഷ്യൻറ്റിനെ പുതപ്പിക്കുക. അതെന്തിനാണ്? ചില്ലിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ റിമൂവ് ഓൾ ക്ലോത്തിങ് ആൻഡ് പ്ലേസ് ഓൺ ദ ചെയർ, മൂവ് ക്ലൈൻ നിയർ യു. ഓക്കെ, പേഷ്യൻ്റെ ഡ്രസ്സെല്ലാം ഊരിപ്പിച്ച് സൈഡിൽ വെക്കുക. ദെൻ ഐസ് ക്യാപ്പ് ഓൺ ഫോർഹെഡ്. ഒന്നെങ്കിൽ പേഷ്യൻ്റ് ഐസ് ക്യാപ്പ് കൊടുക്കാം തലയിൽ വയ്ക്കാൻ, അല്ലെങ്കിൽ ഒരു 6 വാഷ് ക്ലോത്ത്സ് നമ്മൾ എടുത്തിട്ടില്ലേ, അതിൻ്റെ അകത്ത് ഒരു പീസ് വാഷ് ക്ലോത്ത് നനച്ച്, അത് ഒത്തിരി ഡ്രിപ്പിംഗ് ആവരുത്, വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീണോണ്ടിരിക്കരുത്, ജസ്റ്റ് നനച്ചൊന്ന് പിഴിഞ്ഞ് പേഷ്യൻ്റെ നെറ്റിയിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ പേഷ്യനോട് പറയുക, ടവലൊക്കെ നമ്മൾ പേഷ്യൻ്റെ ബെഡിൻ്റെ അടിയിൽ മാക്കിൻടോഷ് വിരിക്കുക, അതിൻ്റെ മുകളിൽ ടവൽ വിരിക്കുക. ഓക്കെ, നമ്മളിതെല്ലാം ചെയ്തു, പേഷ്യൻ്റെ നെറ്റിയിൽ നനച്ചിട്ടു. അതിനുശേഷം ബാക്കി നമ്മുടെ കയ്യിൽ 5 വാഷ് ക്ലോത്ത്സ് ഉണ്ട്. 5 വാഷ് ക്ലോത്തിൻ്റെ അകത്ത് 2 എണ്ണം നമ്മൾ എന്ത് ചെയ്യും? 2 ആക്സിലറി ഏരിയയിലും പ്ലേസ് ചെയ്യും. ഓക്കെ, 2 എണ്ണം 2 ആക്സിലറി ഏരിയയിൽ പ്ലേസ് ചെയ്യും, നനച്ചിട്ട് 2 ആക്സിലയിലും പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം പിന്നെ 2 എണ്ണം എവിടെ വെക്കും? നമ്മുടെ ഗ്രോയിൻ ഭാഗത്ത്, 2 കാലുകളുടെ ഇടയിലും ഒരു പ്രൈവറ്റ് പാർട്ടില്ലേ, ആ ഗ്രോയിൻ ഭാഗത്ത് 2 എണ്ണം നനച്ചു വയ്ക്കും. അതിനുശേഷം നമ്മുടെ കയ്യിൽ മിച്ചം ഒരെണ്ണേ ഉള്ളൂ. ആ മിച്ചമുള്ള വാഷ് ക്ലോത്ത് കൊണ്ടാണ് നമ്മൾ പേഷ്യൻറ്റിനെ തുടയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഒരെണ്ണം നെറ്റിയിൽ നനച്ചിട്ടു, 2 എണ്ണം 2 ആക്സിലയിലും വെച്ചു, 2 എണ്ണം ഗ്രോയിൻ ഭാഗത്ത് വെച്ചു, പിന്നെ മിച്ചമുള്ള ഒരെണ്ണം നമുക്ക് പേഷ്യൻറ്റിനെ തുടയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത്രയും നമ്മൾ ചെയ്തു. നമ്മൾ എല്ലാ വാഷ് ക്ലോത്ത്സും യൂസ് ചെയ്തു. അതിനുശേഷമുള്ള മിച്ചമുള്ള വാഷ് ക്ലോത്ത് നമ്മൾ ഫോൾഡ് ചെയ്ത് കയ്യിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് തുടയ്ക്കേണ്ടത്, അതിൻ്റെ ഒരു ഓർഡറാണ് ആ താഴെ തന്നിരിക്കുന്നത്. പഞ്ച് ദ ഫോളോയിങ് ബോഡി ഏരിയാസ് ഇൻ ദ ഫോളോയിങ് ഓർഡർ. എങ്ങനെയാണ്? ഈ ഓർഡറിലാണ് നമ്മൾ സ്പഞ്ച് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഹാൻഡ്സ് ആൻഡ് ആം. ആദ്യം എന്താണ്? കൈയും കാലുമാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ചെസ്റ്റ് ഒത്തിരി എക്സ്പോസ് ചെയ്ത് ഭയങ്കരമായിട്ട് തണുപ്പിക്കരുത്, കാരണം അത് ഫർദർ കോംപ്ലിക്കേഷൻസിലേക്ക്, ന്യൂമോണിയ പോലുള്ള ഫർദർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം പെട്ടെന്ന് ചെയ്ത് മാറ്റണം. അതുപോലെ തന്നെ ചെസ്റ്റ് ഒത്തിരി എക്സ്പോസ് ചെയ്യാനും പാടില്ല. ഓക്കെ, ഹാൻഡ്സും ആംസും കഴിഞ്ഞു, ചെസ്റ്റ് ജസ്റ്റ് ഒന്ന് തുടച്ചു വിട്ടു. അതിനുശേഷം ലെഗ്സ് ആൻഡ് തൈയും കാല്
തുടയും നമ്മൾ തുടച്ചു. ഏറ്റവും അവസാനം ബാക്ക് പോർഷനും തുടച്ചു. ഇങ്ങനെ തുടച്ചു കൊടുക്കുക. കൈയും കാലും, ചെസ്റ്റ്, ലെഗ്സ് ആൻഡ് ബാക്ക്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഓർഡറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ. ഇനി നമ്മൾ ഇത് ഒത്തിരി ടെമ്പറേച്ചർ അങ്ങ് കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും? ഷോക്കൊക്കെ ഉണ്ടാവുമല്ലേ? അങ്ങനെ ഒരു ഷോക്ക് ഉണ്ടാകുന്ന ഘട്ടമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എക്സ്റ്റേണലി ടെമ്പറേച്ചർ ഹോട്ട് വാട്ടർ ബാഗും അതുപോലെ എന്തെങ്കിലും ഹീറ്റേഴ്സും ഒക്കെ യൂസ് ചെയ്ത് ടെമ്പറേച്ചർ എക്സ്റ്റേണലി നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ. ദെൻ എന്നിട്ട് അബ്ഡമനിൽ ഒരു വെറ്റ് വാഷ് ക്ലോത്ത് വിരിച്ചിടാൻ അവർ പറയുന്നുണ്ട്. നമ്മൾ അബ്ഡമനിൽ ഇട്ടില്ലെങ്കിലും നമ്മൾ ഗ്രോയിൻ ഏരിയയിലും ആക്സിലറിയിലും നെറ്റിയിലും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തുടച്ചു കൊടുക്കുക. ചെസ്റ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യുക നിങ്ങൾ, കേട്ടോ. ചെസ്റ്റ് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള പാർട്സ് നന്നായിട്ട് തുടച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഓരോ ഇൻ്റർവെല്ലിലും എന്താണ് ഈ വാഷ് ക്ലോത്ത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഈ വാഷ് ക്ലോത്ത് എല്ലാം ആക്സിലറിൽ വെച്ചിട്ട് അങ്ങനെ ഇരുന്നാൽ മതിയോ? അത് ചൂടാകും. അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും നനച്ച് വീണ്ടും അങ്ങോട്ട് ആക്സിലറിലേക്ക് വെക്കുക. എന്നാൽ മാത്രമേ ഉള്ളൂ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ടെപ്പിഡ് സ്പഞ്ചിങ് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ വാട്ടറിൻ്റെ ടെമ്പറേച്ചറും മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്രയാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതിന് ശേഷം നമ്മൾ ഈ പ്രൊസീജിയർ 6 പ്രാവശ്യമാണ് നമ്മൾ ഇപ്പോൾ കൈയാണെങ്കിൽ നമ്മൾ 6 പ്രാവശ്യം കൈ തുടയ്ക്കുക. കാലതുപോലെ 6 പ്രാവശ്യം തുടയ്ക്കുക. അതിന് ശേഷം ഓരോ പ്രാവശ്യം തുടച്ചതിന് ശേഷവും നമ്മൾ വേറൊരു ബാത്ത് ടവൽ വെച്ചിട്ട് പേഷ്യൻറ്റിനെ ഡ്രൈ ചെയ്യുക, പാറ്റ് ഡ്രൈ ചെയ്യുക. ഓക്കെ. ദെൻ അതും നമ്മൾ ചെയ്തു. പേഷ്യൻറ്റിനെ ഫുള്ള് തുടച്ചെടുത്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രൊസീജിയർ കഴിഞ്ഞു. നമ്മൾ പേഷ്യൻറ്റിനെ ഫുള്ള് ആക്സിലയിലെയും എല്ലാം നമ്മൾ തുടച്ചു. നമ്മുടെ പ്രൊസീജിയർ കഴിഞ്ഞു. പേഷ്യൻറ്റ് കംഫർട്ടബിൾ ആണ്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ആഫ്റ്റർ കെയർ നോക്കണം. കംഫർട്ടബിൾ ആണ് പേഷ്യൻറ്റ്, വേറെ ഡിസ്ട്രെസ് ഒന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ തുടയ്ക്കുകയും ചെയ്തു. അത് കഴിയുമ്പോഴത്തേക്കും ആഫ്റ്റർ കെയർ. ഇത്രയും പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? പേഷ്യൻറ്റിനെ തിരിച്ച് ക്ലയൻറ്റിന് ഡ്രസ്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ബാത്ത് ബ്ലാങ്കറ്റ് മാറ്റി ടോപ്പ് ഷീറ്റ് ആക്കും. വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കും. എന്തെങ്കിലും വെള്ളമൊക്കെ വേണമെങ്കിൽ പേഷ്യൻറ്റിന് വെള്ളം കൊടുക്കാം. പിന്നെ 30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ടെമ്പറേച്ചർ നോക്കുക. ചെയ്ത ഉടനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ടെമ്പറേച്ചർ കുറഞ്ഞതായിട്ടായിരിക്കും ഫീൽ ചെയ്യുക. ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ വീണ്ടും നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അത് അസസ് ചെയ്യാൻ പറ്റും. എന്തോരം ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ട്, ഇഫക്റ്റീവ്നെസ് എങ്ങനെ എഫക്റ്റ് ആയോ നമ്മളിത് കൊടുത്തത് എന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് ടെമ്പറേച്ചർ അസസ് ചെയ്യാം. ഓക്കെ. ദെൻ നമ്മൾ ആഫ്റ്റർ കെയർ ഓഫ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴേ അവിടെ വെച്ചിട്ടങ്ങ് പോകാൻ പാടില്ല. എല്ലാ എക്യുപ്മെൻറ്റ്സും ഡർട്ടി യൂട്ടിലിറ്റിയിലേക്ക് കൊണ്ടുപോവുക. നമ്മൾ എല്ലാ സാധനങ്ങളും വൃത്തിയാക്കി റീപ്ലേസ് ചെയ്യുക. ഏറ്റവും അവസാനം ഹാൻഡ്സ് വാഷ് ചെയ്യുക. വാഷ് ഹാൻഡ്സ്. ഇത്രയാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. വലിച്ചു നീട്ടി ഇത് കഥ പോലെ പറയുന്നെങ്കിലും ജസ്റ്റ് ഇത്രയും ഓർത്താൽ മതി. ടെമ്പറേച്ചർ കൂടിയുള്ളൊരു പേഷ്യൻറ്റിന് നമ്മൾ ഒരു ലൂക്ക്വാം വാട്ടർ വെച്ച് പേഷ്യൻറ്റിനെ തുടയ്ക്കുന്നു. അതിലൂടെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇതാണ് ടോട്ടലായിട്ട് പറഞ്ഞാൽ ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ ഹാൻഡ്സ് വാഷ് ചെയ്തു. കൈയും കഴുകി തിരിച്ചു വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡോക്യുമെൻറ്റേഷൻ ചെയ്യേണ്ടത്. എന്ത് പ്രൊസീജിയർ ആണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളത് ചെയ്തിട്ടില്ല എന്നാണ്. ഓക്കെ. ഡോക്യുമെൻറ്റേഷൻ നമ്മൾ എങ്ങനെ ചെയ്യും? ടൈമും ഡ്യൂറേഷനും, എത്ര നേരം നിങ്ങളിത് ചെയ്തായിരുന്നു, അതുപോലെ റെസ്പോൺസ്, പേഷ്യൻ്റ് കംഫർട്ടബിൾ ആയിരുന്നോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിച്ചിരുന്നോ, അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ. ടൈമും ഡ്യൂറേഷനും നമ്മൾ എഴുതണം. അതുപോലെ ക്ലയൻറ്റ് റിയാക്ഷൻ എന്തായിരുന്നു എന്ന് എഴുതണം. പിന്നെ എന്തെങ്കിലും ലിക്വിഡ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ കൊടുത്തോ, അതൊക്കെ അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ടൈമും ഡ്യൂറേഷനും ആഡ് ചെയ്യുക. പേഷ്യൻ്റ് റെസ്പോൺസ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ടെമ്പറേച്ചർ, ഈ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് നിങ്ങൾ റീചെക്ക് ചെയ്തപ്പോൾ ടെമ്പറേച്ചർ എന്തോരം റെഡ്യൂസ് ആയി എന്നുള്ളത് ഡോക്യുമെൻ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഡോക്യുമെൻ്റ് ചെയ്യാനുള്ളത്. ഓക്കെ. നെക്സ്റ്റ് സ്പെഷ്യൽ കൺസിഡറേഷൻ. എന്തൊക്കെ കൺസിഡറേഷൻ ആണ് ഇതിൻ്റെ അകത്ത് നോക്കണ്ടേ? ഡു നോട്ട് അപ്ലൈ സ്പഞ്ച് ക്ലോത്ത് ഓവർ ദ ചെസ്റ്റ്.
ചെസ്റ്റിൽ നനഞ്ഞ തുണി ഇട്ടിട്ട് പോരുത്. ഞാൻ ഓൾറെഡി പറഞ്ഞു ചെസ്റ്റിൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാം. സോ നനഞ്ഞ തുണി ഇട്ടിട്ട് ഒത്തിരി നേരം ചെസ്റ്റ് എക്സ്പോസ് ആക്കിയും വെക്കരുത്, നനഞ്ഞ തുണി അതിൻ്റെ മുകളിൽ കൂടെ ഇടരുത്, ഒത്തിരി നേരം നനച്ചും വെക്കരുത്. ചെസ്റ്റ് മാത്രമല്ല ഒരു പാർട്ടും നനച്ച് വെക്കരുത്, പെട്ടെന്ന് തന്നെ പാറ്റ് ഡ്രൈ ചെയ്തെടുക്കുക, എസ്പെഷ്യലി ചെസ്റ്റ്. ഒബ്സർവ് ദ പേഷ്യൻറ്റ് കെയർഫുള്ളി ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദ പ്രൊസീജിയർ. പ്രൊസീജിയറിൻ്റെ ഇടയ്ക്ക് പേഷ്യൻറ്റിനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. പേഷ്യൻ്റ് എന്തെങ്കിലും ഡിസ്ട്രെസ്സോ ബുദ്ധിമുട്ടോ പറയുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്ത് ഡോക്ടറിനെ അറിയിക്കുക. ഓക്കെ, പേഷ്യൻറ്റിന് എന്തെങ്കിലും ഒരു റിയാക്ഷൻസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യുക, ഡോക്ടറിനോട് പറയുക. അതുപോലെ തന്നെ അവോയ്ഡ് അൺനെസസറി എക്സ്പോഷർ. ചുമ്മാ പേഷ്യൻറ്റിനെ എക്സ്പോസ് ചെയ്യാതിരിക്കുക. ദെൻ ഡു നോട്ട് യൂസ് ഫ്രിക്ഷൻസ്. അതായത് ഭയങ്കര കട്ടിക്ക് പേഷ്യൻ്റ് സ്കിന്ന് പൊളിഞ്ഞു പോകുന്ന രീതിയിൽ തുടയ്ക്കരുത്. ഒരു മിനിമം ഇതിൽ പതുക്കെ ഫ്രിക്ഷൻ യൂസ് ചെയ്യാതെ പതുക്കെ പേഷ്യൻറ്റിനെ തുടച്ചെടുക്കാവുള്ളൂ. ദെൻ 20 മിനിറ്റ് ആണ് സ്പഞ്ചിൻ്റെ ടൈം. ഓക്കെ, 20 മിനിറ്റ് ആണ് സ്പഞ്ചിൻ്റെ ടൈം. എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാകുവാണെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ സ്പഞ്ച് 20 മിനിറ്റ് വരെ കൊടുക്കാം. ദെൻ എന്തെങ്കിലും ലിക്വിഡ്സ് വേണമെങ്കിൽ ഓഫർ ചെയ്യാം. അതുപോലെ തന്നെ ഹൈ കാലറി ഫുഡും പേഷ്യൻറ്റിനോട് പറഞ്ഞു കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ആഫ്റ്റർ കെയർ. എല്ലാം കഴിഞ്ഞ് നമ്മൾ പ്രൊസീജിയർ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ കെയർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എന്തൊക്കെയാണ് പ്രൊസീജിയറിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്? റിമൂവ് ദ സ്പഞ്ച് ക്ലോത്ത്സ് ഫ്രം ദ ആക്സില ആൻഡ് ഗ്രോയിൻ ആൻഡ് ഡിസ്കാർഡ്. ഓക്കെ, അതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. സ്പഞ്ച് ക്ലോത്ത് നമ്മൾ ആക്സിലയിൽ നിന്ന് ഗ്രോയിനിൽ നിന്ന് എടുത്തു, അത് ഡിസ്കാർഡ് ചെയ്തു. പിന്നെ ബോഡി നമ്മൾ വൈപ്പ് ചെയ്തു. നെക്സ്റ്റ് ഗൗണ് നമ്മൾ പേഷ്യൻ്റെ ക്ലോത്തിങ്സ് ഇടിയിപ്പിച്ചു. ബാത്ത് ബ്ലാങ്കറ്റ് റിമൂവ് ചെയ്ത് ടോപ്പ് ഷീറ്റ് ആക്കി. ദെൻ ഒബ്സർവ് ഫോർ എനി സിംറ്റംസ് ഓഫ് ചിൽ ഓർ എനി അതർ അബ്നോർമാലിറ്റി. എന്തെങ്കിലും റിയാക്ഷൻസ് അല്ലെങ്കിൽ അബ്നോർമാലിറ്റി ഉണ്ടോ പേഷ്യൻറ്റിന്, ഷിവറിങ് ഉണ്ടോ പേഷ്യൻറ്റിന് എന്നൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. എന്തെങ്കിലും ചൂടുവെള്ളം എല്ലാം വേണമെങ്കിൽ അത് കൊടുക്കുക. ദെൻ പൊസിഷൻ ദ പേഷ്യൻറ്റ് കംഫർട്ടബിളി. പേഷ്യൻറ്റിന് നല്ലൊരു പൊസിഷൻ കൊടുക്കുക. സുപ്പൈനോ പൗളേഴ്സോ പേഷ്യൻറ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പൊസിഷൻ കൊടുക്കുക. ദെൻ റീപ്ലേസ് ദ ആർട്ടിക്കിൾസ് ആഫ്റ്റർ ക്ലീനിങ്. ആർട്ടിക്കിൾസ് എല്ലാം ക്ലീൻ ചെയ്ത് റീപ്ലേസ് ചെയ്യുക. വാഷ് ഹാൻഡ്സ് ആൻഡ് റെക്കോർഡ് ദ പ്രൊസീജിയർ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ടെപ്പിഡ് സ്പഞ്ചിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ. സിമ്പിളായിട്ട് ഉള്ളൊരു ടോപ്പിക്കാണ്, ഭയങ്കര സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് പ്രൊസീജിയർ നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോഴത്തേക്കും ഇത്രയും സിമ്പിളാണോ എന്ന് നിങ്ങൾ തന്നെ വിചാരിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. സോ വായിച്ച് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.